അപ്പോൾ കുഞ്ഞിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഒരു കുറച്ച് ഉള്ളിയും കോവയ്ക്കും കൊണ്ടൊരു ഉപ്പേരിയും മുട്ട പൊരിച്ചതുമാണ്. അപ്പോൾ കേട്ടോ, കോവയ്ക്ക 2 കോവയ്ക്കയും ഒരു പച്ചമുളകും ഒരു 3.5 പൊട്ട് ഉള്ളിയുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത്. അതിനൊപ്പം തന്നെ മുട്ടയ്ക്ക് വേണ്ടത് ഒരു മുട്ട, ഒരു പച്ചമുളക്, ഒരു സവോളേൻ്റെ ഒരു പകുതി കേട്ടോ, വെളിച്ചെണ്ണ വേണം, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഉപ്പേരിക്കുള്ളത് അവിടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാം കേട്ടോ. ഒരു പച്ചമുളക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കോവയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയുടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അരിഞ്ഞെടുക്കാം കേട്ടോ. പച്ചമുളക് കേട്ടോ. അപ്പോൾ അവിടെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് എന്താക്കണേ, നമുക്ക് കുറച്ച് കടുക് വേണം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കേട്ടോ നമുക്ക് ചട്ടി എടുക്കുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു. കടുകിട്ടു, കറിവേപ്പില കേട്ടോ. ഇട്ടു. നമ്മുടെ കോവയ്ക്കും സവോളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇവിടെ ഇടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മുട്ട കേട്ടോ, ഒരു സവോളേൻ്റെ ഒരു പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് കൊത്തിയരിയാം. സവോളയാണ്, ഒരു പച്ചമുളക്, കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. നമ്മുടെ കോഴിമുട്ട നമ്മളവിടെ ഉള്ളിത്തിട്ട് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മാറ്റി കേട്ടോ. കോവയ്ക്ക ഉള്ളിക്കറിയുടെ റെഡിയായി, ചെടിയുടെ റെഡിയായി. നമുക്കൊരു പാത്രത്തിൽ കേട്ടോ. അതോട് മാറ്റി കേട്ടോ. അതേ പാത്രം വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. മുട്ട പൊരിക്കാനാണ്. നമ്മുടെ സവോളയും പച്ചമുളകും ഉപ്പും ഒരു മുട്ട കേട്ടോ. അപ്പോൾ കേട്ടോ, കുഞ്ഞിന് കൊണ്ടാകാൻ വേണ്ടിയിട്ട്, കുഞ്ഞിന് ഉച്ചത്തേക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് മുട്ട ചിക്കിയതും ഉള്ളിയും കോവയ്ക്കും കൊണ്ടൊരു
ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.